ഹായ്, എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലകൾ അഥവാ ടിഷ്യൂസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൽ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് കലകൾ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കലകളെ കുറിച്ചുള്ളത് എന്ന് നോക്കാം. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും മെരിസ്റ്റമിക കലകൾ. നമ്മൾ എന്താ പറയാ, നമ്മുടെ ജന്തു ശരീരവും സസ്യ ശരീരവും എടുക്കുകയാണെങ്കിൽ നമ്മൾ ജന്തുക്കള്, അതായത് നമ്മൾ മനുഷ്യരായിക്കോട്ടെ, ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ അവർക്കൊരു വളർച്ച ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ഉദാഹരണത്തിന് ഒരു പ്ലാന്റ് വെച്ചു, അതെന്ത് ചെയ്യും, പെട്ടെന്ന് വളരാറുണ്ട് അല്ലെ. ഒരു കുട്ടി വളരുന്നതിനെക്കാട്ടിലും എളുപ്പം ഒരു ചെടി പെട്ടെന്ന് വളർന്ന് വലുതാവും. അതിന് കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം ചോദിച്ചു വെച്ചാൽ മെരിസ്റ്റമിക കലകളാണ് അതിന് കാരണം. എന്താണ് അത് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഈ ചെടികളെ ഇത്ര വലുതാക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ മെരിസ്റ്റമിക, അതായത് സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. എന്താണ്? സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും അതുപോലെ തന്നെ വേരിന്റെയും, കാണ്ഡത്തിന്റെയും വേരിന്റെയും ഒക്കെ അഗ്രഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നു? ഈ പ്രത്യേക തരം കോശങ്ങൾ കാണുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാവുന്നു. ഇതെന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ത്വരിതഗതിയിലുള്ള വിഭജനം, വിഭജിച്ച് ഇതെന്ത് ചെയ്യും? പെട്ടെന്നാണ് ഇതിലത്തെ പ്രോസസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ ത്വരിതഗതിയിലുള്ള വിഭജനം എന്തിനു കാരണമാവുന്നു? സസ്യ വളർച്ചയ്ക്ക് കാരണമാവുന്നു. അപ്പൊ എന്താണ് മെരിസ്റ്റമിക കലകൾ? നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? കാരണം ഒരു കുട്ടി ജനിച്ച് വളർന്ന് വലുതാവുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് വലുതാവുന്നു? സസ്യങ്ങൾ വലുതാവുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ കാരണം മെരിസ്റ്റമിക കലകൾ സസ്യത്തിൽ ഉള്ളത് കൊണ്ടാണ്. സസ്യത്തിന്റെ കാണ്ഡത്തിലും വേരിലും ഒക്കെ, വേരിന്റെ അഗ്രഭാഗത്തും ഒക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പ്രത്യേകതരം കോശങ്ങളായ മെരിസ്റ്റമിക കലകൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ത്വരിതഗതിയിലുള്ള വിഭജനം എന്തിനു കാരണമാവുന്നു? സസ്യങ്ങളുടെ വളർച്ച പെട്ടെന്നാക്കാൻ കാരണമാവുന്നു. അപ്പൊ സസ്യങ്ങളുടെ വളർച്ച പെട്ടെന്നാവുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ മെരിസ്റ്റമിക കലകളാണ് അതിന് കാരണം. അടുത്ത നമുക്ക് സസ്യകലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ സസ്യകലകളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലിയറൻ കൈമ, സൈലം, ഫ്ലോയം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ, അതുപോലെ തന്നെ ഫ്ലോയും സൈലും നമ്മൾ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും? കേട്ടിട്ടും ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാരൻ കൈമ. പാരൻ കൈമ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. മൃദുവായ സസ്യഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. മൃദുത്വം നൽകുന്നത് സസ്യഭാഗങ്ങളിൽ മൃദുവായ ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ മൃദുവായ ചില സസ്യങ്ങളൊക്കെ തന്നിട്ട് ഇതിന്റെ മൃദുത്വത്തിന് കാരണം എന്താണ് ചോദിച്ചു വെച്ചാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം എന്താണ്? പാരൻ കൈമയാണ് അതിന്റെ മൃദുത്വത്തിന് കാരണം. അപ്പൊ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണം, സസ്യങ്ങള് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം അല്ലെ. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാരം, അങ്ങനെ പ്രിപ്പയർ ചെയ്ത ഫുഡ് എന്ത് ചെയ്യണം? സംഭരിച്ചും വെക്കണം. അപ്പൊ ആ പ്രകാശ സംശ്ലേഷണത്തിനും ഭക്ഷണം സംഭരിച്ചു വെക്കുന്നതിനും ആഹാരം സംഭരിക്കുന്നതിനും ആര് സഹായിക്കുന്നു? പാരൻ കൈമ സഹായിക്കുന്നു. അപ്പൊ ഒരു സസ്യകലയാണ് പാരൻ കൈമ. എന്താണ് പാരൻ കൈമ എന്ന് ചോദിച്ചു വെച്ചാൽ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നിട്ടുള്ളതാണ് പാരൻ കൈമ രൂപപ്പെട്ടിരിക്കുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. അതാണ് പാരൻ കൈമ. അടുത്തത് കോളൻ കൈമ. എന്താണ് കോളൻ കൈമ എന്ന് നോക്കി വെച്ചാൽ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. അപ്പോ ഇത് കുറച്ച് മൂലകളിൽ എഡ്ജസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ? നമുക്ക് കോളൻ കൈമ കാണാൻ പറ്റുള്ളൂ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം
കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നിട്ടാണ് എന്ത് കാണാൻ പറ്റുന്നത്? നമുക്ക് കോളൻ കൈമ കാണാൻ പറ്റുക. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകല ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? കോളൻ കൈമയാണ്. ഇത് എവിടെയാണ്? കോശഭിത്തിയുടെ എഡ്ജസ്റ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ കാണാൻ പറ്റുള്ളൂ. മൂലകളിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കട്ടി കൂടിയ തരം കോശങ്ങളാണിത്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഈ കല എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകാൻ സഹായിക്കുന്നതാണ് ആര്? കോളൻ കൈമ. അടുത്തതാണ് സ്ക്ലിയറൻ കൈമ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്ക്ലിയറൻ കൈമ എന്താണെന്ന് നോക്കാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. അവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? എല്ലാ ഭാഗത്തും ഇല്ല, എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമാണെന്ന് പറഞ്ഞു. ഇവിടെ സ്ക്ലിയറൻ കൈമ അങ്ങനെയല്ല. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ കൊണ്ടാണ് സ്ക്ലിയറൻ കൈമ നിർമ്മിച്ചിരിക്കുന്നത്. സസ്യഭാഗങ്ങളിൽ താങ്ങും ബലവും നൽകുന്നു. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ സസ്യഭാഗങ്ങളിൽ താങ്ങും ബലവും നൽകാൻ ആരാണ് സഹായിക്കുന്നത്? സ്ക്ലിയറൻ കൈമയാണ് സഹായിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും, അത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമാണെങ്കിൽ ഇത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നിട്ടാണ് സ്ക്ലിയറൻ കൈമ ഉണ്ടായിരിക്കുന്നത്. സസ്യഭാഗങ്ങളിൽ താങ്ങും ഫലവും നൽകാൻ ആർക്ക് സഹായിക്കുന്നു? സ്ക്ലിയറൻ കൈമ സഹായിക്കുന്നു. അടുത്താണ് നമ്മുടെ സംവഹന കലകൾ. അതിൽ മെയിൻ എന്താണ്? സൈലും ഫ്ലോയും ആണ് അല്ലെ? സംവഹനം എന്ന് പറയുന്ന ആ വേർഡിൽ തന്നെ നമുക്ക് എന്തുണ്ട്? അതെന്തോ എല്ലാവിടേക്കും, അതായത് വേരിൽ നിന്നും ഇലകളിലേക്കും അല്ലെങ്കിൽ സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ തിരിച്ചും എന്തോ സംവഹിക്കുന്നത് കൊണ്ടാണ് അതിന് എന്ത് പേര് വന്നിരിക്കുന്നത്? സംവഹന കലകൾ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സംവഹന കലകൾ എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം അതായത് ചെടികളുടെ പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് സംവഹന കല? നമുക്കറിയാം, നമ്മൾ ചെടിക്ക് അത്യാവശ്യമാണ് വെള്ളവും അതുപോലെ തന്നെ എന്താ പറയാ ലവണങ്ങളും അല്ലെ? ജലവും ലവണവും ഒക്കെ. ഇത് നമ്മൾ എവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ വേരുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ വേരുകൾ വേണം അതിനെ എന്ത് ചെയ്യാൻ? സസ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ. ഇതിന്റെ മെയിൻ ആയിട്ട് ഈ വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അത് എവിടെ എത്തിക്കണം? എവിടെ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുക? ഇലകളിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുക. അപ്പൊ ഈ വേര് കളക്ട് ചെയ്യുന്ന ജലവും ലവണവും എങ്ങനെ പോണം? നമ്മുടെ ഇലകളിലേക്ക് എത്തണം. അതേപോലെ ഇലകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ആഹാരം എന്ത് ചെയ്യണം? ചെടിയുടെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും എത്തണം. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ഒരു സംവഹനം അവിടെ നടക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ട് ഉള്ള ടിഷ്യൂസ് ആണ് എന്ത്? സംവഹന കലകൾ. അപ്പൊ ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ് എന്ത്? സംവഹന കലകൾ. ഇത് കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും അറിയപ്പെടുന്നു. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂനെ എന്ത്? കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂസ് ആണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അതില് സംവഹന കലകളില് ആദ്യത്തെയാണ് സൈലം. നോക്കുമ്പോ തന്നെ അറിയാം, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. നമുക്ക് നോക്കി വെച്ചാൽ അറിയാം, കുറച്ച് കോയിലുകൾ വെച്ചതുപോലെ ഉണ്ട് അല്ലെ? അപ്പൊ നീണ്ട കോശങ്ങൾ ചേർന്ന്, വലിയൊരു കോശമാണ് ചേർന്നിട്ട് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. എന്താണ് സൈലം ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ, അത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ എന്താണ്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും എവിടെ എത്തിക്കുന്നു? സസ്യത്തിന്റെ ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. അപ്പൊ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നതും ആരാണ്? സൈലമാണ്. അപ്പൊ സൈലത്തിന്റെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സൈലത്തിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു വെച്ചാൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും എവിടെ എത്തിക്കുന്നു? ഇലകളിൽ എത്തിക്കുക എന്നുള്ളതാണ് സൈലത്തിന്റെ ധർമ്മം. ഇനി ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യകലകൾക്ക് താങ്ങും ബലവും നൽകുന്നതും ആരാണ്?
സൈലമാണ്. മെയിൻ ആയിട്ടുള്ള സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. പിന്നെ എന്താണ്, ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകാനും ആർക്ക് കഴിയും? സൈലത്തിന് കഴിയും. അടുത്താണ് ഫ്ലോയം. ഫ്ലോയം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ഇനി ഈ എന്താ പറയാ നമ്മുടെ ഇലകളില് നമ്മൾ ജലവും ലവണവും ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക വെച്ചാൽ അവരെന്ത് ചെയ്യും? പ്രകാശ സംശ്ലേഷണം നടക്കും അല്ലെ. പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞു വെച്ചാൽ എന്താവും? ഇലകള് ഫുഡ് പ്രിപ്പയർ ചെയ്തു. ആ ഫുഡ് ആ ഇലകളിൽ തന്നെ വെച്ചാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം? സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ആ ഫുഡ് കിട്ടണമെങ്കിൽ അത് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംവഹനം ചെയ്യണം അല്ലെ. അപ്പൊ ആ ഫുഡ് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആരാണ്? ഫ്ലോയം ആണ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ്, കുഴലുകളായിട്ട് രൂപപ്പെട്ട പരസ്പരം ബന്ധിച്ചു നിൽക്കുന്ന കോശങ്ങൾ ചേർന്നിട്ടാണ് ഫ്ലോയം ഉണ്ടായിരിക്കുന്നത്. ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ധർമ്മം? ഫ്ലോയത്തിന്റെ ധർമ്മം. എന്താണ്? ഇലകളിൽ പ്രകാശ സംശ്ലേഷണം വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യും അവര്. അതെന്ത് ചെയ്യണം? സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. ആ ധർമ്മമാണ് ആര് ചെയ്യുന്നത്? ഫ്ലോയം ചെയ്യണത്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്ന പരിപാടി? ഫ്ലോയം ചെയ്യണത്. സൈലം ആണെങ്കിലോ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും എവിടെ എത്തിക്കും? ഇലകളിൽ എത്തിക്കും. അവിടെ അതിനുശേഷം എന്ത് ചെയ്യും? പ്രകാശ സംശ്ലേഷണം നടന്ന് ഫുഡ് ഇലകളിൽ വെച്ച് പ്രിപ്പയർ ചെയ്യും. ആ ഫുഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയം ആണ്. അപ്പൊ സൈലം ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു, ഫ്ലോയം ഇലകളിൽ ഉണ്ടാക്കിയ ആഹാരം മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇത് മാറിപ്പോവാൻ പാടില്ല. സൈലം എന്താണ് ചെയ്യണത്, ഫ്ലോയം എന്താണ് ചെയ്യണമെന്ന് മാറിപ്പോവാൻ പാടില്ല. രണ്ട് സംവഹന കലകൾ തന്നെയാണ്. ഒന്ന് ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നു, ഇലകളിൽ പ്രിപ്പയർ ചെയ്ത ആഹാരം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏതാണ്? ഫ്ലോയം ആണ്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഇനി നമ്മൾ ഇപ്പൊ കുറെ കലകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് എക്സാമിന് വരിക എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. ഏത് ടൈപ്പിലായിരിക്കും ഇത് വരിക എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെയാണ് സൈലം, ജലവും ലവണവും സംവഹനം ചെയ്യുന്നു. അപ്പൊ ഫ്ലോയം എന്തായിരിക്കും ചെയ്യുക? ആഹാരം അല്ലെ, അതായത് ഭക്ഷണം എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. അപ്പൊ എന്താണ് സംവഹനം ചെയ്യുന്നത്? നമ്മൾ ഉണ്ടാക്കിയ ഫുഡ്, അതായത് അത് പ്രിപ്പയർ ചെയ്ത ഫുഡിനെയാണ് എന്ത് ചെയ്യുന്നത്? നിർമ്മിച്ച ആഹാരത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? സംവഹനം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാക്കിയ ഫുഡിനെയാണ് നമ്മൾ ഫ്ലോയം നോക്കുമ്പോ അറിയാം എന്താണ്? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം. അപ്പൊ അതിന്റെ സംവഹനമാണ് ആര് ചെയ്യുന്നത്? ഫ്ലോയം ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ ഈ രീതിയിൽ വരാം. സൈലം ജലവും ലവണവും സംവഹനം ചെയ്യുന്നു. ഇതെന്താണ്? നിർമ്മിച്ച ആഹാരമാണ് സംവഹനം ചെയ്യുന്നത്. ഇനി കുറച്ച് പ്രസ്താവന ചോദ്യമാണ്. ഒരു പ്രസ്താവന ചോദ്യം നമുക്ക് എങ്ങനെ ഇത് പ്രസ്താവന രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മെരിസ്റ്റമിക കോശങ്ങൾ മാത്രം യോജിച്ച പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെരിസ്റ്റമിക കോശങ്ങൾ നമ്മൾ എന്താണെന്ന് കണ്ടു. എന്താണ്? സസ്യത്തിന്റെ വളർച്ചയ്ക്ക്, പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കോശങ്ങളാണെന്ന് കണ്ടു. അപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓരോന്നായിട്ട് വായിക്കാം. മെരിസ്റ്റമിക കോശങ്ങൾ ത്വരിതഗതിയിൽ വിഭജിച്ച് സസ്യ വളർച്ചയ്ക്ക് കാരണമാവുന്നു. നമ്മൾ എവിടെ നമ്മൾ മെരിസ്റ്റമിക കോശങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മെരിസ്റ്റമിക കോശങ്ങൾ ത്വരിതഗതിയിൽ വിഭജിച്ച് സസ്യ വളർച്ചയ്ക്ക് കാരണമാവുന്നു. അപ്പൊ 1A എന്നുള്ള ഓപ്ഷൻ എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി അടുത്തത് നോക്കാം. മെരിസ്റ്റമിക കോശങ്ങൾ കോശഭിത്തിയുടെ കനം വളരെ കൂടുതലാണ്.
ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, മെരിസ്റ്റമിക കോശങ്ങളിൽ ഫേനം ഇല്ല. ഫേനം ഇല്ല. എന്തില്? മെരിസ്റ്റമിക കോശങ്ങളിൽ എന്തില്ല? ഫേനം ഇല്ല. അപ്പൊ സി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത ഡി നോക്കാം. മെരിസ്റ്റമിക കോശങ്ങളിൽ മർമ്മത്തിന് ആനുപാതിക വലിപ്പം കുറവാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരി ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ എയും സിയും, എ എന്ന ഓപ്ഷനും സി എന്ന ഓപ്ഷനും ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, അത് ത്വരിതഗതിയിൽ വിഭജിച്ച് സസ്യ വളർച്ചയ്ക്ക് കാരണമാവുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മെരിസ്റ്റമിക കോശങ്ങളിൽ ഫേനം ഇല്ല. അപ്പൊ നമ്മൾ ഒരു പുതിയ പോയിന്റും കൂടെ പഠിച്ചു. മെരിസ്റ്റമിക കോശങ്ങൾക്ക് എന്തില്ല? ഫേനം ഇല്ല. അപ്പൊ എ, സി എന്നിവയാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയ്ക്ക് ശാസ്ത്രീയമായ വിശദീകരണം എഴുതുക. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ ഇതിന് കാരണം എന്താണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിനുള്ള വിശദീകരണമാണ് നൽകാൻ പറഞ്ഞിരിക്കുന്നത്. വാഴയിലയുടെ മൃദുത്വത്തിന് കാരണം നമ്മൾ പറഞ്ഞു. എന്താണ്? പാരൻ കൈമ പഠിക്കുമ്പോൾ മൃദുത്വം നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ വാഴയിലയുടെ മൃദുത്വത്തിന് കാരണം എന്താണ്? പാരൻ കൈമയുടെ സാന്നിധ്യമാണ് വാഴയിലയുടെ മൃദുത്വത്തിന് കാരണം. അപ്പൊ മൃദുത്വം നൽകുന്നത് എന്താണ്? പാരൻ കൈമയാണ് മൃദുത്വം നൽകുന്നത്. അപ്പൊ മൃദുത്വം എവിടെ കണ്ടുവച്ചാൽ നമ്മൾ എഴുതേണ്ട ആൻസർ എന്തായിരിക്കും? പാരൻ കൈമയാണ് എഴുതേണ്ട ആൻസർ. അപ്പൊ വാഴയിലയുടെ മൃദുത്വത്തിന് കാരണം എന്താണ്? പാരൻ കൈമയുടെ സാന്നിധ്യമാണ്. ചിരട്ടയുടെ കാഠിന്യം, നമുക്ക് കാഠിന്യം കൂടിയത് ഏതിനാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്ക്ലിയറൻ കൈമയുടെ സാന്നിധ്യമാണ് ചിരട്ടയുടെ കാഠിന്യം. ചോദിച്ചിട്ടുണ്ട് ചിരട്ടയുടെ കാഠിന്യത്തിന് കാരണം ഭയങ്കര കട്ടിയാണ് അല്ലെ. അപ്പൊ അത്രയും കട്ടി കൊടുക്കണമെങ്കിൽ ആരായിരിക്കും? സ്ക്ലിയറൻ കൈമയായിരിക്കും. അപ്പൊ ചിരട്ടയുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? സ്ക്ലിയറൻ കൈമയുടെ സാന്നിധ്യമാണ് ചിരട്ടയുടെ കാഠിന്യത്തിന് കാരണം. അടുത്തത്, ചേമ്പിൻ തണ്ടിന്റെ വഴക്കം. നമ്മള് വഴക്കവും ഒക്കെ നമുക്ക് ചെയ്യണത്, ആ ധർമ്മം ചെയ്യണത് ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്? കോളൻ കൈമയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചേമ്പിൻ തണ്ടിന്റെ വഴക്കം എന്തിന്റെ സാന്നിധ്യമാണ്? കോളൻ കൈമയുടെ സാന്നിധ്യമാണ്. അപ്പൊ ഒന്നും കൂടെ, വാഴയിലയുടെ മൃദുത്വം എന്ന് കണ്ടുവച്ചാൽ നമ്മൾ എന്ത് എഴുതണം? പാരൻ കൈമ. സ്ക്ലിയറൻ കൈമയാണെങ്കിൽ കട്ടി കൂടിയ എന്ത് വന്നു വെച്ചാലും ചിരട്ടയുടെ കാഠിന്യം അങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ എന്ത് എഴുതണം? സ്ക്ലിയറൻ കൈമ. ഇനി വഴക്കം, ഈ ചേമ്പിൻ തണ്ടിന്റെ വഴക്കം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? കോളൻ കൈമയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ, ശരീര ചലനം സാധ്യമാക്കുന്ന കല ഒരു ജന്തു കലയാണ്. നമുക്ക് ശരീര ചലനം സാധ്യമാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? പേശി കലയാണ് നമ്മുടെ ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് കലകളെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ SCERT ഫാക്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും എന്താ പറയുക കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാൻ മറക്കരുത്. അപ്പോൾ എന്താണ്, ടിഷ്യൂസ് കലകൾ എന്നുള്ള ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പ്, SREE ലേണിംഗ് ആപ്പ് നമ്മൾ എന്താണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. നിരന്തരമായിട്ട് ഇപ്പൊ നമ്മുടെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഡെയിലി എക്സാംസുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംശയ നിവാരണത്തിനും ഒരു മെന്ററുടെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് എല്ലാത്തിനും പറ്റിയ ഒരു ആപ്പാണ് ഇത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ആപ്പിലും കൂടെ ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080 എന്ന നമ്പറിലേക്ക്. അപ്പോൾ വളരെ നല്ല ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.